സങ്കീർത്തനം 34:5 പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരെ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ വായിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെങ്കിൽ നമ്മളുടെ ആവശ്യത്തിൻ്റെ മുഖത്ത് നമുക്ക് ദൈവത്തിങ്കലേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം ഒരിക്കലും കറുത്തു പോകാൻ, ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് 123 സങ്കീർത്തനം പറയുന്നു, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് ഞങ്ങളോട് കൃപ ചെയ്യുവോളം, എൻ്റെ വിഷയത്തിന് മറുപടി ലഭിക്കുവോളം, എനിക്ക് സൗഖ്യം വരുവോളം, എനിക്ക് ആ വിഷയത്തിൽ സമാധാനം ലഭിക്കുവോളം, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണുവോളം, എൻ്റെ ഭർത്താവ് തിരികെ വരുവോളം, സ്തോത്രം, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എന്ത് ചെയ്യും? നോക്കിക്കൊണ്ടേ ഇരിക്കുമെന്ന്. അവരുടെ മുഖം ഒരിക്കലും കറുത്തു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരിക്കൽ ഒരു സ്കൂളിൽ ഒരു സ്റ്റുഡൻറ്റ് എന്നും അവരുടെ ക്ലാസ്സിൽ ഉറങ്ങുന്ന ഒരു അനുഭവം ആ കുഞ്ഞിനുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും അവനെ എന്നും കളിയാക്കും. സാറ് പോട്ടെന്ന് വിചാരിക്കും. പക്ഷേ ഒത്തിരി ദിവസമായപ്പോൾ സാറിന് ഭയങ്കര അവനോട് അരിശം തോന്നിയിട്ട് പറഞ്ഞു, വിട്ടാ നിനക്ക് ഉറങ്ങണമെങ്കിൽ എന്നെ തൊട്ട് നീ വീട്ടിൽ കിടന്ന് ഉറങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവനെ ഒത്തിരി കളിയാക്കാൻ തുടങ്ങി, വേദനിപ്പിക്കാൻ തുടങ്ങി. അല്പനേരം അവൻ ഉറങ്ങാതിരുന്നു. പിന്നീട് അവൻ അറിയാതെ ഉറങ്ങിപ്പോയി. അന്ന് വഴക്ക് പറഞ്ഞ ആ രാത്രിയിൽ സാറിന് ഉറക്കം വന്നില്ല. സാറ് വിഷമിച്ചു. സാറ് തന്നെ ചിന്തിച്ചു, ദൈവമേ അതെന്താ അവൻ അങ്ങനെ ചെയ്യാൻ കാരണം? ആ കുട്ടിക്ക് അങ്ങനെ അവനെ വൈകിട്ട് പോയപ്പോൾ നിരീക്ഷിച്ചു. അപ്പോൾ ഈ കുഞ്ഞ് വീട്ടിൽ പെട്ടെന്ന് ചെല്ലുകയും ബാഗ് വെച്ചതിന് ശേഷം പെട്ടെന്ന് ഓടി എവിടേക്ക് പോകുന്നത് കണ്ടു. ഉടനെ സാറ് അവൻ്റെ പുറകെ പോയി. അങ്ങനെ അവൻ ചെന്നപ്പോൾ ഒരു ഹോട്ടലിൽ പാത്രം കഴുകി കിട്ടിയ പൈസയുമായി ഫുഡ് മേടിച്ചുകൊണ്ട് പെട്ടെന്ന് അവൻ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതുകൊണ്ട് സാറും പെട്ടെന്ന് അവൻ്റെ പുറകെ പോയി. അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീക്ക് ഇവൻ ഫുഡ് കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ ഈ സാറിന് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞ കയറി ചെന്ന് ചോദിച്ചു, ഇതാരാ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ വല്യമ്മച്ചിയാണ്. അപ്പോൾ ആ ദാദി പറഞ്ഞു, ഞാൻ അചാനക്ക് പെട്ടെന്ന് ഞാൻ ഒരു അസുഖമായി, എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. കാരണം ഈ കുഞ്ഞിൻ്റെ പപ്പയും മമ്മിയും ഒക്കെ നേരത്തെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അവനാരുമില്ല, ഞാനാണ് അവനെ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാറ് കഴിഞ്ഞ ദിവസം ആ കുഞ്ഞിനെ ലജ്ജിപ്പിച്ചതും വേദനിപ്പിച്ചതും എല്ലാം ഓർത്ത് വളരെ വളരെ വിഷമിച്ചു. പിറ്റേ ദിവസം ഇവൻ ക്ലാസ്സിൽ വന്നു. അപ്പോൾ വീണ്ടും പിള്ളേർ വിളിക്കാനും കളിയാക്കാനും തുടങ്ങി. നമ്മൾ ആരുടെ അവസ്ഥ അറിയാതെ പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സാറ് അന്നൊരു പുതപ്പ് കൊണ്ടുവന്നു. ആ ബെഡ്ഷീറ്റ് അവൻ്റെ മേൽ വിരിച്ചു. അവന് തോന്നി ഞാൻ വീട്ടിൽ ഉറങ്ങുന്ന പോലെ അവന് സുഖമായി തോന്നി. അവൻ ഉറങ്ങി. അവൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് അവൻ നോക്കിയപ്പോൾ പുതപ്പൊക്കെ ഇട്ട് ഞാൻ ഉറങ്ങിയ പോലെ അവൻ പുതപ്പൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ അതിനകത്തിലൊരു 10,000 രൂപ ഇരിക്കുന്നത് കണ്ടു. അവനതെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. അവൻ ഇന്ന് ക്ലാസ്സിൽ വന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാലും അവൻ പരീക്ഷയ്ക്കൊക്കെ